കാണുന്ന മാത്രയിൽ ഒരു സംശയം നാരദ മഹർഷിക്ക്. എന്താ സംശയം? ഇടയ്ക്കിടയ്ക്ക് കൈലാസത്തിൽ പോകുമ്പോഴും ശിവനും പാർവതിയും തമ്മിൽ ഇടയ്ക്ക് പിണങ്ങുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. സാക്ഷാൽ ലക്ഷ്മിയും നാരായണനും തമ്മിൽ പിണങ്ങുന്ന കണ്ടിട്ടുണ്ട്. ബ്രഹ്മാവ് സരസ്വതിയൊക്കെ ആയിട്ട് പിണങ്ങും. എന്നാൽ കുടുംബജീവിതത്തിൽ എവിടെ പോയി നോക്കിയാൽ എന്ത് കാണും? ചിലർ പറയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നു വരെ പിണങ്ങിയിട്ടേ ഇല്ല. അന്നേരം തന്നെ മനസ്സിലായിക്കണം ജീവിതത്തിൽ ഇന്നുവരെ ഇവർ അടുത്തിട്ടില്ല. അതാണ് സത്യം. ശരിയല്ലേ? അടുത്തിട്ടുണ്ടെങ്കിൽ അടുപ്പം കൂടിയാലും പിണക്കമാവുന്നേ. സ്നേഹം കൂടിയാലും ഒരു പിണക്കമാവും. അതിനാണ് ഗോപികമാര് കൃഷ്ണനുമായിട്ടുള്ള അടുപ്പം കാണിച്ചു തരുന്നത്. ഗോപികമാര് കൃഷ്ണനോട് അടുക്കുമ്പോൾ എന്തായാലും സ്വഭാവം കലഹമായിരുന്നു. മനസ്സിലായില്ലേ? അകന്നു പോയി കഴിഞ്ഞാൽ വിരഹമാണ്. സ്നേഹം കൂടുമ്പോഴും എന്തുവരും? കലഹം വരും, പിണക്കം വരും. നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി. അതുകൊണ്ടാണ് പറഞ്ഞത് കൂടുതൽ അങ്ങ് അടുക്കുകയും ചെയ്ത് കൂടുതൽ അങ്ങ് അകലുകയും ചെയ്ത് ഒരു ഗ്യാപ്പ് ഇട്ട് നിന്നേക്കണം. ഈ ആൾക്കാരിത് മുതിർന്നവരിത് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ വിചാരം പറയാം അടിക്കുമ്പോൾ അടി കൊള്ളാതിരിക്കാൻ ഗ്യാപ്പ് ഇടണമെന്നായിരിക്കും. ആ ഗ്യാപ്പല്ല, ഒരു പരസ്പര തുല്യതാഭാവം നിലനിർത്തണം. മനസ്സിലായില്ലേ? അധികമായാൽ ഇതെല്ലാത്തിനും ഒരു ചിട്ടയും പാകതയും പക്വതയൊക്കെ ആവശ്യമാണ്, പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിന്. മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ ഭഗവാന്റെ ദാമ്പത്യത്തെ നോക്കുമ്പോൾ നാരദരുടെ സംശയം ഏകദേശം ഡെയിലി അടിയടക്കേണ്ട സ്ഥലമാണ്. 1, 2, 3 ഒന്നും അല്ലല്ലോ. പക്ഷെ അവിടെ ഒരു പ്രശ്നവുമില്ല, വളരെ ശാന്തം. എപ്പോൾ നോക്കിയാലും കൃഷ്ണന്റെ മുഖത്തെ പുഞ്ചിരി മാനിട്ടില്ല. കാര്യം കുടുംബത്തെ അടി നടക്കുക എന്നുണ്ടെങ്കിൽ പുറത്തു വരുന്ന പുരുഷന്റെ മുഖത്ത് എന്തായാലും പുഞ്ചിരി കാണത്തില്ല. കാണുമോ? കഥനഭാരം മുഴുവൻ ഏന്തി കുരിശും ഏന്തി പുറത്ത് വരുന്ന ഒരവസ്ഥയിലായിരിക്കും പുറത്തേക്ക് വരുന്ന ആശ്വാസം കാണുമ്പോൾ അറിയാം പിന്നെ വീട്ടിലോട്ട് പോകാൻ മടിയായിരിക്കും. ചില പുരുഷന്മാർ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലോട്ട് രാത്രിയായാലും ഏതെങ്കിലും കടത്തിനിലൊക്കെ സമയം കളയും. എന്താ പോകുന്നില്ലേ? ശരി കൂടെ കഴിയട്ടെ, ഇരിക്കളിയാ, നമുക്ക് ചെയ്തവിടെ കാര്യം പറയാം. എന്താ കാര്യം? അവിടെ ചെന്ന് തീക്കുണ്ടത്തിൽ പെടണ്ടല്ലോ, കുറേ സമയം കൂടി ആശ്വാസം കണ്ടെത്താൻ വേണ്ടി അങ്ങനെ ചിലവിടുന്ന ആൾക്കാരുണ്ട്. ആ ഒരവസ്ഥയാണ്. ചിലർ പുറത്തിരിക്കുന്നത് ആ വീട്ടിൽ ഉള്ളവർക്ക് ആശ്വാസം, അങ്ങനെയും ഉണ്ട്. രണ്ടും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പോ എന്തായാലും ഇവിടെ കൃഷ്ണന്റെ മുഖത്തെ പുഞ്ചിരിക്ക് ഒരു കുറവുമില്ല. അപ്പൊ തന്നെ അറിയാം പുഞ്ചിരിയിൽ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അപ്പൊ നാരദർക്ക് ഈ ഒരു സംശയം വന്നപ്പോൾ നാരദർ ഈ ദാമ്പത്യം ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. നാരദർ വളരെ വേഗത്തിൽ ഒരു ദിവസം ആരോടും ഒന്നും പറയാതെ നേരെ എവിടെ ചെന്നു? രുക്മിണിയുടെ വീട്ടിൽ ചെന്ന് വെച്ച് കൃഷ്ണനെന്തേ ദേ ഉറക്കൊഴിക്കുന്നത്? അങ്ങേര് ഭയങ്കര മടിയനാണ്. ഞാൻ രാവിലെ എണീറ്റ് കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്തു വെക്കുമ്പോഴാണ് വീട്ടിൽ വരുന്നത്. അവിടെ കിടക്കുകയാണ്. നാരദരെന്ന് നോക്കി അവിടെ കിടപ്പുണ്ട്. അടുത്ത സത്യഭാമയുടെ വീട്ടിൽ സത്യഭാമ പറഞ്ഞു, പുള്ളി അടുക്കളയിൽ നിന്ന് ചോറും കറിയൊക്കെ വെക്കുന്നുണ്ട്, ഞാൻ പിന്നെ ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതും കറക്റ്റാണ്. ജാബോധര വീട്ടിൽ ചെന്ന് പറഞ്ഞു, എൻ്റെ കൂടെ ഞങ്ങൾ എൻ്റെ കൂടെ അടുക്കള ഒരുമിച്ച് നിന്ന് ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു. അവിടെ നിൽക്കുന്നുണ്ട്. അടുത്ത മിത്രാവിൻ്റെ അടുത്ത് ചെന്നു. അവിടെ ചെന്ന് പറഞ്ഞു പശുവിന് വൈക്കോല് കൊടുത്തോണ്ടിരിക്കാന്ന് പറഞ്ഞു. ചെന്ന് നോക്കിയപ്പോൾ അത് കറക്റ്റ്. കാളിൻ്റെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞു പശുവിനെ കുളിപ്പിച്ചോണ്ടിരിക്കുക, അതും കറക്റ്റ്. അത് കഴിഞ്ഞ് കൃഷ്ണയുടെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു അവിടെ നിന്ന് പാല് തന്നോണ്ടിരിക്കുക, അത് കറക്റ്റ്. അടുത്തത് എന്നിട്ട് ഭദ്രയെടുത്ത് ചോദിച്ചു എവിടെയാണ് കൃഷ്ണൻ? കണ്ടില്ലേ മുറ്റം അടിച്ചോണ്ടിരിക്കുന്നു, അവിടെയും കറക്റ്റ്. അടുത്തത് ചെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇന്ന ജോലി. ഇങ്ങനെ ഓരോരുത്തടുത്ത് ചെല്ലുമ്പോഴും നാരദർക്ക് എത്ര സമയം വേഗത്തിൽ എത്ര സ്ഥലത്തില്ലാമോ ചെല്ലുന്നിടത്തൊക്കെ ഓരോ കർമ്മത്തിന്റെ ഭാഗമായി ഒപ്പത്തിനൊപ്പം ചേർന്നാല് നിൽക്കുന്നു, കൃഷ്ണൻ നിൽക്കുന്നു. മനസ്സിലല്ലേ? ഇതാണ് കൃഷ്ണതന്ത്രം. കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും പഠിക്കേണ്ട ഒരു തന്ത്രമാണ് കൃഷ്ണതന്ത്രം. എന്താ കാര്യം? ഭാര്യ ഒരു ജോലി ചെയ്യാൻ പോകുമ്പോൾ ഭർത്താവും കൂടെ ചെന്ന് സഹായിക്കാമെന്നും പറഞ്ഞ്, മനസ്സിലായില്ലേ? കത്തിയൊക്കെ എടുത്ത് കൂടെ നിന്ന് നിന്നാൽ, കത്തി എടുക്കാത്ത വേറെ അർത്ഥത്തിലല്ലേ പറയണേ, കത്തിയൊക്കെ എടുത്ത് കൂടെ നിന്ന് നിന്നാൽ ഭാര്യ പറയും ചേട്ടാ വേണ്ട കുഴപ്പമില്ല വെച്ചോ. അത്രയും കേട്ടാൽ നമ്മൾ വെച്ചിട്ടൊക്കെ പോയേക്കണം, പിന്നെ നിന്നളയത്. ഇത്രയും കേട്ടാൽ പിന്നെ പ്രശ്നമില്ല, അന്നത്തെ ദിവസം മുഴുവൻ സന്തോഷമായിരിക്കും. മനസ്സിലായില്ലേ? ചെയ്യേണ്ടി വരത്തില്ല, ചെയ്യാൻ തയ്യാറായാൽ ചെയ്യിപ്പിക്കില്ല. അതാണ് ഒരു പ്രകൃതം. അപ്പൊ ഒന്ന് സഹായിക്കാനെന്നൊക്കെ പറഞ്ഞൊന്ന് ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്ന് അഥവാ നീ ഒന്ന് സഹായിച്ചു കൊടുത്താൽ ആ സഹായം തന്നെ അവരുടെ സ്നേഹത്തെ വർദ്ധിപ്പിക്കും. ശരിയല്ലേ? ഇനി തിരിച്ചു ഇതുപോലെയാ. മനസ്സിലായില്ലേ? ആ ഭർത്താവ് രാവിലെ തൊട്ട് ജോലിക്ക് പോയി വൈകിട്ട് പല മാനസികാവസ്ഥയിൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ടുള്ള ആവശ്യങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്യാൻ പോകാതെ ഭർത്താവിനോട് ചോദിച്ച് എന്തൊക്കെയുണ്ട് വിശേഷം, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് കഴിച്ചോ, ചായ കുടിച്ചോ, ഇല്ലെങ്കിൽ ഞാൻ ചായ കഴിച്ചു, ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയാം. നേരെ വന്നപ്പോൾ തന്നെ പിന്നെ അത് നടന്നില്ല, ഇത് നടന്നില്ല, മറ്റേ നടന്നില്ല, അപ്പോഴേ പറയും അവിടെ എന്താ ചെവിയല്ല, ഇവിടെയും ചെവിയല്ല, നാശം കേരളക്കാരെന്നൊക്കെ പറഞ്ഞ് അവിടെ വളർന്നു. മനസ്സിലായില്ലേ? അതാണൊക്കെ അവർ ചെയ്യുമ്പോൾ അവരെയും സഹായിക്കുക. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര പൂരകമായ സഹവർത്തിത്വമാണ് ഒരു കുടുംബ ജീവിതത്തെ നയിക്കുന്നത്. അതാണ് സഹധർമ്മം. മനസ്സിലാവുന്നുണ്ടോ?
ഇവിടെയാണ് വിഷ്ണു ഭഗവാൻ തൻ്റെ വാമഭാഗത്ത് ലക്ഷ്മിയെ ഇരുത്തിയതും അല്ലേ. ഇവിടെ സഹധർമ്മിണി എന്ന ഭാവം കൊടുക്കുന്നതും ശിവൻ അർദ്ധനാരീശ്വര ഭാവത്തിൽ പാർവതിയെ തൻ്റെ ശരീരത്തിൻ്റെ പകുതി ഭാഗത്തേക്ക് ചേർത്ത് നിർത്തുന്നതും പരസ്പരം ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടാവണം. അതില്ലെങ്കിൽ പിന്നെ നാട്ടിലൊരു പണ്ടേ ഒരു ചൊല്ലി തന്നിട്ടുണ്ട് നമുക്കൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി. എന്താ? ചട്ടിയും കലമാണെങ്കിൽ മനസ്സിലായി. ഒരു പാഠപുസ്തകത്തിലും പഠിച്ച അല്ലെങ്കിൽ നാട്ടിൽ എല്ലായിടത്തും ഇതുണ്ട് സാധനം. അപ്പോൾ എല്ലായിടത്തും പ്രശ്നമുണ്ട് അല്ലേ. എല്ലായിടത്തും വെടിക്കെട്ടുള്ളത് കൊണ്ട് എല്ലായിടത്തും പുകയുണ്ടെന്ന് പറയുന്നേക്കാം. ചട്ടിയും കലാവുമ്പോൾ തട്ടിയും മുട്ടിയും തട്ടുന്നതും മുട്ടുന്നതും ഒക്കെ കൊള്ളാം. പക്ഷെ എന്താവരുത്? വക്ക് പൊട്ടിപ്പോകാതെ നോക്കണം. മനസ്സിലായില്ലേ? വക്ക് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പോയി അത് അത്രയും വരെ തട്ടാവും. പറഞ്ഞൊരു ആശയം മനസ്സിലായില്ലേ? സാധാരണഗതിയിൽ പണ്ട് നമ്മുടെയൊക്കെ കുടുംബ ജീവിതങ്ങളിൽ മുതിർന്നവര് ജീവിതാനുഭവങ്ങളുള്ള നിരവധി ആൾക്കാരുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? മുത്തശ്ശനും മുത്തേ അവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഏതൊരു പിണക്കവും കിടപ്പറ വരെ ഉണ്ടാവാവും. മനസ്സിലായില്ലേ? ഉദയത്തിൽ തുടങ്ങി അസ്തമനത്തിൽ തീരണം, അല്ലെങ്കിൽ അസ്തമനത്തിൽ തുടങ്ങി ഉദയത്തിൽ തീരണം. അതിനപ്പുറത്തേക്ക് ഒരിക്കലും എന്തുണ്ടാവരുത്, ഒരു പിണക്കവും നിൽക്കരുത്. അതായത് മനസ്സിൽ സൂക്ഷിക്കരുത്. ഇപ്പോൾ എന്താ ചോദിച്ചു വെച്ചാൽ 15 വർഷം മുമ്പുള്ളത് പറഞ്ഞിട്ടാണ് ഇപ്പം അടി കൂടുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അത്രയും കാലം നമ്മളിത് മനസ്സിൽ ഇട്ടുകൊണ്ട് കടന്ന് ഉള്ള സമാധാനത്തെ കളഞ്ഞ് അല്ലേ, എന്നിട്ട് പോയിരുന്ന് അപ്പുറത്തിരുന്ന് പൂജാമുറി ചെയ്ത ഭഗവാനെ ഒരു സ്വസ്ഥതയില്ല, ദൈവമേ ഞാനിങ്ങനെ നടന്ന് കഷ്ടപ്പെടും, എന്തിനാ എന്നെ കഷ്ടപ്പെടുത്തുന്നു. 40 വർഷം ഒരുമിച്ച് ജീവിച്ച ഭർത്താവ് 25 വർഷം മുമ്പ് കാണിച്ച കുറ്റം വരെ എണ്ണി പറഞ്ഞ് വഴക്കിന് നല്ലതുപോലെ കത്തിക്കൊണ്ടിരുന്ന തീയുടെ അടിയിലേക്ക് വിറവും മണ്ണെണ്ണയും പെട്രോളും ഒഴിച്ച് ആളെ കത്തിച്ചതിന് ശേഷം വന്നിരുന്നിട്ട് ദൈവത്തിനോട് ചോദിക്കുന്നത്, ഇറങ്ങി അടിക്കാൻ വല്ല വഴി ഉണ്ടായിരുന്നെങ്കിൽ ലാത്തി ചാർജ് ചെയ്യുന്നതാണ് കാലടിക്കും നമ്മളെ. ദൈവം അടിക്കും, ഒരു സംശയം വേണ്ട. ശരിയല്ലേ? അപ്പൊ അതാത് സമയത്ത് എന്ത് ചെയ്യണം? ജീവിതത്തെ ബാധിക്കുന്ന ദുർവിഷയങ്ങളെ ഒഴിവാക്കണം. ഒഴിവാക്കി പോകാൻ സാധിച്ചാൽ അത് വലിയ കാര്യമാണ്. ഇനി കുടുംബജീവിതത്തിന്റെ പ്രധാനം എന്ന നിലയിൽ ഭാഗവതത്തിൽ അല്ലെങ്കിൽ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒന്ന്, ഒരു പക്വത ഉണ്ടാവണം, പരസ്പരം ഉൾക്കൊള്ളാൻ സാധിക്കണം, പരസ്പരം കേൾക്കാൻ സാധിക്കണം, സഹവർത്തിത്വം ഉണ്ടാവണം. മനസ്സിലായില്ലേ? ഇതെല്ലാം ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? സ്നേഹം ഉണ്ടാവും. എങ്കിലേ ആ സ്നേഹത്തിന് നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ജീവിതത്തെ നേരെയാക്കാനാണ്. അപ്പം നമ്മുടെ ജീവിതത്തെ എങ്ങനെ നേരെയാക്കാം, എങ്ങനെയാണ് ഒരു ജീവിതം? ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ തകർച്ച. കേരളം ഇങ്ങനെയും മരിക്കണമോ എന്ന് ചോദിച്ചുകൊണ്ട് സിബി മാത്യൂസ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, IPS-കാരൻ, അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് എടുത്ത വിഷയം പഠന പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ കേരളത്തിൻ്റെ ചില വിപത്തുകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കേരളം നേരിടുന്ന പ്രതിസന്ധികളിൽ അതിൽ സാമൂഹിക പ്രതിസന്ധിയുണ്ട്, രാഷ്ട്രീയ പ്രതിസന്ധിയുണ്ട്, അതേകണക്കിന് പരിസ്ഥിതിയുടെ പ്രതിസന്ധിയുണ്ട്, പലതരത്തിലുള്ള വിഷയങ്ങളിൽ അവസാനം കുടുംബജീവിതത്തിൻ്റെ പ്രതിസന്ധി, മനുഷ്യ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം അതിന് ചൂണ്ടിക്കാണിക്കുന്ന 3 പ്രധാന വിഷയങ്ങളുണ്ട്. അതിനകത്ത് ഓരോ അധ്യായം ഓരോരോ വിഷയത്തെക്കുറിച്ചിട്ടാണ്. പരിസ്ഥിതിയുടെ പ്രതിസന്ധി ഒരു വിഷയം, രാഷ്ട്രീയ പ്രതിസന്ധി, ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ വരുന്നുണ്ട്. അതിൽ ഈ നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച് വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് 3 കാര്യങ്ങളിൽ കേരളം ഇന്ന് ഏറ്റവും പുറകിലാണ്. അപ്പോഴാണ് ചിലർ പറയും നമ്മൾ നമ്പർ 1 ആണ്. മനസ്സിലായില്ലേ? കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യത്തിൽ കേരളം ഏറ്റവും അപകടകരമായ, ഏറ്റവും ആപൽക്കരമായ സാഹചര്യത്തിലാണ് കേരളം നിൽക്കുന്നത്. എന്താണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം അടിവരയിട്ട് പറയുന്നു ആ 3 കാര്യങ്ങൾ. ഇത് പറയുന്ന ഒരാൾ നമ്മൾ മനസ്സിലാക്കുക, അദ്ദേഹം ഒരു IPS ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ്. അദ്ദേഹം കൃത്യമായ രേഖ നിരത്തി അദ്ദേഹം PhD എടുക്കാൻ പ്രൊഫസർമാരുടെ അറിയാലോ, തീസസ് സമർപ്പിച്ച് PhD എടുക്കാൻ വേണ്ടി തയ്യാറാക്കിയ വിഷയമാണ് ഈ പുസ്തകമായിട്ട് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ പുസ്തകം ആവശ്യം വാങ്ങണമെന്നുള്ളവർക്കൊക്കെ വേണമെങ്കിൽ, ഇപ്പം ഞാൻ ഈ ബുക്കിൻ്റെ പ്രചാരകനൊന്നുമല്ല, ബുക്കിൻ്റെ പേര് പറഞ്ഞതുകൊണ്ടാണ് തെറ്റിദ്ധരിക്കരുത്. ആ പുസ്തകം മാതൃഭൂമി ബുക്സ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതിപ്പം വാങ്ങണമെന്നുള്ളവർക്ക് വാങ്ങിയാലും വായിക്കാൻ പറ്റുന്നതാണ്. മാതൃഭൂമിയല്ല, DC ബുക്സ് ആണ്. അപ്പോൾ ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് മദ്യം, ലഹരിയുടെ കാര്യത്തിൽ കേരളം മറ്റെല്ലാ സംസ്ഥാനത്തേക്കാളും മുന്നിലാണ്. മനസ്സിലായില്ലേ? ലഹരി ഉപയോഗത്തിൽ കേരളം നാശത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് ആത്മഹത്യ. തൊട്ടതിനും പിടിച്ചതിനും. അമ്മ TV കാണാൻ നമ്മളെ പോയിരുന്ന് പഠിക്കുക, എന്ത് കുറെ നേരം ആയില്ലേ എന്നൊന്ന് പറഞ്ഞാൽ അകത്തോട്ട് കയറുക, ഷാള് കെട്ടുക, തൂക്കം നോക്കുക. മനസ്സിലായില്ലേ?
ഇത്രയേ ഉള്ളൂ. ജീവിതത്തിന്റെ വില എന്താണെന്ന്, ജീവന്റെ വില എന്താണെന്ന് ഇന്നലെ വരെ മാറോട് ചേർത്ത് സ്നേഹിച്ച അമ്മ തന്നെയാണ് ഒരു നിമിഷം എന്നെ ഒന്ന് വഴക്ക് പറയുന്നത്. ഈ വഴക്ക് കഴിഞ്ഞാൽ വീണ്ടും എന്നെ ചേർത്ത് പിടിക്കാൻ സ്നേഹത്തോടെ ആരുണ്ടാവും? അമ്മയുണ്ടാവും എന്ന ബോധം പോലും എത്താത്ത അവസ്ഥയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ. ആ സമയത്താണ് വിഷാദ രോഗത്തിലേക്കോ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്ന, അല്ലേ? ജസ്റ്റ് ഒരു പരീക്ഷയ്ക്കൊന്നും മാർക്ക് കുറഞ്ഞു, 10+ പ്രതീക്ഷിച്ചത് 6 കിട്ടിയുള്ളൂ. എടാ, ഈ 6 കിട്ടിയില്ലേ? 6 കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത വീണ്ടും പരിശ്രമിക്കാനുള്ള അവസരമില്ലേ? അടുത്ത ആ വിഷമം തീർക്കേണ്ടത് എങ്ങനെയാ? അടുത്ത പരിശ്രമിച്ച 6 എന്നുള്ളത് 10 15 ആക്കണം. അതല്ലേ വേണ്ടത്? അതിന് പകരം അത് കേട്ടുകൊണ്ട് പോയി ആത്മഹത്യ ചെയ്യുന്നു. ആലോചിച്ച് നോക്ക്, ഇത്തരമുള്ള ഭീരുക്കളായി മാറുന്നതാണ്. അപ്പൊ ആത്മഹത്യ. മൂന്നാമത്തെ കാര്യം വിവാഹമോചനം. ഈ 3 കാര്യത്തിൽ കേരളം മുൻപന്തിയിലാണ്. ഈ 3 കാര്യം കേരളം മുൻപന്തിയിലാണ്. ഇദ്ദേഹം പിന്നെ ഇതൊരു ചാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, പട്ടികയായിട്ട് ഒരു 15 വർഷത്തെ കണക്കെടുത്തിട്ട്. ആ കണക്ക് ഹിന്ദുക്കൾ പ്രത്യേകിച്ചും പഠിക്കേണ്ട കണക്കാണ്. എഴുതിയേക്കുന്ന ആള് ഹിന്ദു അല്ല, ഒരു ക്രിസ്തീയ സമുദായത്തിൽ ജനിച്ച ആളാണ്. അദ്ദേഹമാണ് ഇത് എഴുതിയത്. അത് ഹിന്ദുക്കൾ പ്രത്യേകിച്ച് പഠിക്കുക. എന്താ കാര്യം? അതേ ഈ ചാർട്ട് കാണിച്ചിട്ട് ഈ 3 ചാർട്ട് ഓരോ വർഷത്തെയും ഈ വർഷത്തിൽ വരുന്ന വിവാഹമോചനം ഇത്ര കണക്കനുസരിച്ച്, ലഹരിയുടെ ശരാശരി, അത് ശരാശരി എടുക്കാൻ പറ്റും, ആത്മഹത്യ എത്ര, ഈ കണക്കിങ്ങനെ നിരത്തി എഴുതിയിട്ട് അദ്ദേഹം ഏറ്റവും അവസാനം ഇതിനെ ചേർത്തുകൊണ്ട് സംഗ്രഹിക്കുന്നുണ്ട്. അവിടെ പറയുകയാണ്, ആത്മഹത്യ ചെയ്യുന്നവരിൽ 84% ഹിന്ദുക്കളാണ്. സംശയമൊന്നും വേണ്ട, നിങ്ങൾ പത്രങ്ങളൊക്കെ എടുത്ത് ഡെയിലി നോക്കിയാൽ മതി. 84% ഹിന്ദുക്കളാണ്. കുടുംബ വിവാഹമോചനം നടക്കുന്നതിൽ ഏതാണ്ട് 78% ഹിന്ദുക്കളാണ്. മനസ്സിലായി? എല്ലാത്തിനും കൂടുതൽ നമ്മളാണ്. ബാക്കി 18% വരെയേ ഉള്ളൂ യഥാർത്ഥത്തിൽ മറ്റ് ഇതര കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് മുമ്പേ പറഞ്ഞ ആത്മഹത്യ ചെയ്യുന്നവരെ കാര്യത്തിൽ, വിവാഹമോചനത്തിലും. ഇനി മദ്യപിക്കുന്നവരെ കാര്യം എടുത്താലും ഏറ്റവും കൂടുതൽ മദ്യത്തിന് അഡിക്റ്റായി ജീവിതം നശിപ്പിച്ച് കളയുന്ന, അതാണ് ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്ന പോയിന്റ്. അല്ലാതെ ശരി മദ്യപിക്കൂ അങ്ങനെയുള്ളതല്ല, പൂർണ്ണമായും മദ്യത്തിലൂടെ ജീവിതം നശിപ്പിച്ച് കളയുന്നവരുടെ കണക്കെടുത്താൽ ഏതാണ്ട് 88% ഹിന്ദുക്കളാണ്. മനസ്സിലായില്ലേ? അത് കൃത്യമായിട്ടാണ് ഇത് പറഞ്ഞേക്കുന്നത്. കേരളത്തിലെ ഒരു IPS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഹിന്ദു ആണെങ്കിൽ പറയാം ഹിന്ദു വർഗീയത പറയുകയാണ്, അത് അതൊന്നുമല്ല, അല്ലാതെയാണോ പറയുന്നത്. അദ്ദേഹം സത്യസന്ധമായി കണക്ക് വെച്ചിട്ട് പറയാം. എന്നിട്ട് ഇതിന്റെ കാരണം അദ്ദേഹം പറയുന്നുണ്ട്. മറ്റ് ഇത് 2 മതവിഭാഗങ്ങളിലും കുട്ടിക്കാലം മുതലേ അവരുടെ ധർമ്മത്തെക്കുറിച്ച് പഠിക്കാനുള്ള പദ്ധതി അവരുടെ ആരാധനാലയങ്ങളിലുണ്ട്. അവരുടെ ആരാധനാലയങ്ങളിൽ ആരാധനയോടൊപ്പം തന്നെ അവരുടെ മതധർമ്മ സംഹിതകൾ പഠിപ്പിക്കുന്ന സ്കൂളുകളും അധ്യാപകരും ആ സ്ഥലങ്ങളിലുണ്ട്. അവർക്ക് ജോലി കൊടുത്ത് അവരെ കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന, അതിൽ വിടാത്ത കുട്ടികൾ വളരെ ചുരുക്കമാണ്. മനസ്സിലായില്ലേ? അവർക്ക് കുട്ടികൾ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, കളക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനെല്ലാത്തിനേക്കാളും പ്രാധാന്യം സ്വന്തം ധർമ്മം പഠിക്കണമെന്നുള്ള നിലയിലും. നേരെ മറിച്ച് ഹിന്ദുവിന് ഇത്തരമൊരു വ്യവസ്ഥ ഇല്ലാത്ത അപകടകരമായ അവസ്ഥ. ഇതെന്ന് പരിഹരിക്കുന്നു അന്നേ ഹിന്ദുവിന് ഈ അവസ്ഥയെ തരണം ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതാണ് നമ്മുടെ അവസ്ഥ. മറ്റുള്ളവർ ശമ്പളം കൊടുത്ത്, അല്ലേ, അവിടെ പഠന കേന്ദ്രങ്ങളിൽ അധ്യാപകരെ വെച്ച് പഠിപ്പിക്കുന്നു. അപ്പൊ ചോദിക്കുക, ഹിന്ദുവിന് ഇതിന് ശമ്പളം കൊടുക്കുക എവിടുന്ന പൈസ? സർക്കാർ തരുന്നില്ലല്ലോ, അവിടുന്ന് തരുന്നില്ലല്ലോ. ഇതൊക്കെയാണ് പിന്നത്തെ പറയുന്നത്. എന്തിനാ സർക്കാർ തരുന്നത്? നമ്മൾ 2 പ്രാവശ്യം നടത്തുന്ന അന്നദാനത്തിന്റെ പൈസ ഉണ്ടെങ്കിൽ 1 വർഷം മുഴുവൻ ക്ലാസ് നടത്താൻ പറ്റും. മനസ്സിലായില്ലേ? അന്നം മാത്രമല്ല ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്നത്. അന്നത്തിന് ഒരു ദിവസത്തെ രൂപപ്പെടുത്താൻ പറ്റും, അടുത്ത ദിവസം ദഹിച്ചു പോയി കഴിഞ്ഞു വീണ്ടും വിശപ്പെടും. പക്ഷെ അറിവ് ജീവിതകാലം മുഴുവൻ രൂപപ്പെടുത്തും. ഒരു ഗ്രാമത്തിൽ ഒരു 100 കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു അധ്യാപകൻ മതി, ഒരു ടീച്ചർ മതി. മാസം ഒരു 10,000 രൂപ വെച്ച് ശമ്പളം കൊടുത്താൽ 1 വർഷം, മനസ്സിലായില്ലേ, ഒരു കുടുംബവും ജീവിക്കും 1 വർഷക്കാലം. ആ ടീച്ചറുടെ കുടുംബം ജീവിക്കും, ഒരു തൊഴിലാവും. അവരത് പഠിപ്പിക്കും. 1 വർഷം കൊണ്ട് ഒരു 1,20,000 രൂപ കൊടുത്താൽ ഒരു
ഗ്രാമത്തിലെ 100 കുട്ടികളെയും 100 കുടുംബങ്ങളെ നേരെയാക്കാൻ പറ്റും. അതിനേക്കാളും വലുതാണോ 1.5 ലക്ഷം രൂപയുടെ ഗാനമേള? അതിനേക്കാൾ വലുതാണോ 2 ലക്ഷം രൂപയുടെ വെടിക്കെട്ട്? ആണോ? അതിനേക്കാൾ വലുതാണോ 3 ലക്ഷം രൂപയുടെ ആന എഴുന്നള്ളി 2 പിണ്ടം ഇട്ടിട്ട് പോകുന്നത്? ഇവിടെയാണ് നമ്മൾ ശരിയായ പാത ചിന്തിക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ ശരിയെ തിരിച്ചറിയേണ്ടത്. പറഞ്ഞു മനസ്സിലായില്ലേ? സത്യത്തിലെ ആഘോഷങ്ങൾക്ക് ദൈവത്തിന്റെ പേര് പറഞ്ഞ് എന്തൊക്കെ വികൃതമാണെന്നറിയോ കാട്ടിക്കൂട്ടുന്നത്. ഭഗവാൻ എഴുന്നള്ളാൻ ഇനി മുമ്പേട്ട് ആയിക്കോട്ടെ, ആ ഭഗവാൻ ഒരു പ്രൗഢി എഴുന്നള്ളാൻ ഒരാന വേണം, ഓട്ടെ ഒരാനെ കൊണ്ടുപോകാം. ഇപ്പം അങ്ങനെയല്ലല്ലോ, ആന വരുന്നതിന്റെ ഫ്ലക്സ് ഇല്ലേ? കൊലകുത്തി കൊമ്പൻ ഗജരാജ കേസരി മാർത്താണ്ഡൻ ഭൈരവൻ ദാ വരുന്നു. അവിടെ ഭഗവാന്റെ ചിത്രത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, അതിന് കുറെ ഫാൻസ്. ആലോചിച്ച് നോക്ക്, ഇത് ഒരാനയെ ബഹുമാനിക്കേണ്ട എന്നല്ല പറഞ്ഞത്, എല്ലാ മൃഗത്തെയും ബഹുമാനിച്ചോ സ്നേഹിച്ചോ കുഴപ്പമില്ല. പക്ഷെ ഇതിനു വേണ്ടി ചെലവിടുന്ന ദൂരത്ത് എത്രയാ? കച്ചവടവൽക്കരണമാണെന്നേ. ആന അമ്പലത്തിൽ വരുമ്പം ശ്രീമംഗലത്ത് ഗോപാലൻ, അല്ലെങ്കിൽ ഇളയിടത്ത് തങ്കപ്പൻ, അല്ലെന്നുണ്ടെങ്കിൽ വരുമ്പം വീര മാർത്താണ്ഡൻ. എറണാകുളത്തിന് അപ്പുറത്തോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹംസക്കാട് കോയാക്കുട്ടി ആന. ഇതിന്റെ കച്ചവട ലോബി ഉണ്ടെന്നേ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനയുള്ളത് ഇതര വിഭാഗത്തിൽപ്പെട്ടവരുടെ കയ്യിലാണ്. അവരെ കയ്യിലിരിക്കുന്ന ആനയ്ക്ക് മാർത്താണ്ഡനെന്നും മണികണ്ഠനെന്നും പേരില്ല. ഈ ഏജന്റന്മാരെ പിടിച്ചിട്ടാണ് ഇതിന് പേരിടുന്നത്. മനസ്സിലായില്ലേ? പാട്ടത്തിനെടുക്കുന്ന ആൾക്കാർ നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ടാവും. പാട്ടത്തിനെടുക്കുന്നവരല്ല നെയിം ബോർഡ് ഉള്ളത്. മനസ്സിലായില്ലേ? അവരെല്ലാ വർഷവും സ്ഥിരം പാട്ടം എടുപ്പാ. പാട്ടത്തിൽ ആനയുടെ ഉടമസ്ഥന് നിശ്ചിത തുക കൊടുക്കും. ആനയെ പാട്ടത്തിനടുത്ത് ഇവർ പോറ്റി വളർത്തും. ഇവരാണ് പിന്നെ ഇങ്ങോട്ടേക്ക് കയറ്റി വിടുന്നത്. ഏത് കൊമ്പനായിട്ടും കൊലകൊമ്പനായിട്ടും മാർത്താൻ. ഇവിടെ വരുമ്പോൾ ചന്ദനക്കുറിയുണ്ട്, കാലിൽ ചരട് കെട്ടിയിട്ടുണ്ട്, മണി കെട്ടിയിട്ടുണ്ട്. നമുക്കെന്തൊരു സന്തോഷം. നമ്മളിലെ ഗുരുവായൂർ അമ്പലം നടയിൽ ചെന്നാൽ ഇതിനൊക്കെയുള്ള കാഴ്ച കാണാം. ഗുരുവായൂർ അമ്പലം നടയിൽ ചെല്ലുമ്പോൾ നമ്മൾ നോക്കും, വൈകുണ്ഠ ഹോട്ടലിൽ കയറി ചെല്ലും. മാനേജർ ശരിയാണ്, സുകുമാരൻ നായരായിരിക്കും, അല്ലെങ്കിൽ ചെല്ലപ്പൻ പിള്ളയായിരിക്കും, അല്ലെങ്കിൽ കൃഷ്ണൻകുട്ടി ആയിരിക്കും. പക്ഷെ ഹോട്ടലിന്റെ ഉടമസ്ഥൻ വേറെ ആയിരിക്കും. ഇതാണ് എപ്പോഴും പൊയ്മുഖങ്ങളെ വെച്ചുകൊണ്ട് ചൂഷണം നടക്കുന്നത്. അതൊക്കെ വേണ്ടതല്ല. കഴിവുള്ളവൻ ജീവിക്കട്ടെ, അവന് കഴിവുള്ളതും ബുദ്ധിയുണ്ട്, അവൻ ജീവിക്കുന്നു. നമ്മൾ വൈറ്റ് കോളർ നോക്കി പഠനമൊക്കെ കഴിഞ്ഞ് കാത്തിരിക്കുക. എന്താ PSU. ഹിന്ദുവിന്റെ ഗതികേടാണ് ഈ PSU ടെസ്റ്റ്. ആകെ 5 ഒഴിവുണ്ട്, 5.5 ലക്ഷം പേര് കുത്തിയിരിക്കുക. ബാക്കി എത്രയോ മേഖലകളുണ്ടെന്നേ. സ്വന്തം കഴിവും ശക്തിയും അതിരുന്ന് പുഴുത്ത് മരവിച്ച് നശിച്ചു പോകാതെ അവനവന്റെ ശക്തിയും അവനവന്റെ കഴിവും ഉപയോഗിച്ചുകൊണ്ട് എത്ര തൊഴിൽ മേഖലകൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നേ. എത്ര സർക്കാർ പദ്ധതികളുണ്ട്. നമ്മളെന്തിനാണ് ഇങ്ങനെ എടുത്ത് കരയുന്നത്? നമുക്കില്ലേ കഴിവ്? സംസാരിക്കാനും പ്രവർത്തിക്കാനും ജീവിക്കാനുള്ള കഴിവില്ല. നമ്മുടെ കഴിവിനെ ഉപയോഗിക്കണം. ജീവിതം അധ്വാനിച്ച് പ്രയത്നിച്ച് നേടേണ്ടതാണ്. പരാജയപ്പെടുന്ന ബീര് പോയിന്ന് തൊഴിലാൽ ഭഗവാന് പോലും ഇഷ്ടം വരത്തില്ല. ഭഗവാൻ പറയും, നിനക്ക് എന്തിനാടാ ഞാൻ കയ്യും കാലും കണ്ണും മൂക്കും ഒക്കെ തന്നെ, എന്നിട്ട് ഇവിടെ വന്ന് കരുതണം, ഒന്ന് പോടാ എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മളെ ചവിട്ടി ഓട്ടിക്കും. മനസ്സിലായില്ലേ? കുറവുകൾ ഉണ്ടായിട്ട് പോലും ജീവിതത്തിൽ വിജയിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഭഗവാൻ പറയും, നീയാണാ മിടുക്കൻ അല്ലേ? ഭഗവാൻ അർജുനനോട് പറഞ്ഞെന്താ? കർമ്മം ചെയ്യാൻ പറ്റാതെ തളർന്നിരുന്ന അർജുനനോട്, അയ്യോ അർജുന നീ തളർന്നു പോയടാ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ചായയും വെള്ളവും കാപ്പിയും വല്ലതും കൊടുത്തോ? അർജുനോട് പറഞ്ഞതാ, കുതസ്ത്വ കശ്മലമിതം വിഷയ സമവസ്ഥിതം അനാനി ദുഷ്ടം അസർഗ്യം അകീർത്തികരം. അർജുന, അവിടെ ആണും പെണ്ണും കെട്ടവന്റെ പണിയാണെങ്കിൽ അത് എണീറ്റ് പോടാ, പോയി യുദ്ധം ചെയ്യടാ. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ഉത്തിഷ്ടപരം തവ. ഹൃദയ ദൗർബല്യത്തെ വലിച്ചെറിഞ്ഞ് എന്നെ കൊണ്ടൊന്നും വയ്യ എന്ന് പറയുന്ന ഭീരുവാവാതെ എന്നെ കൊണ്ട് പറ്റും. ചാടി എഴുന്നേക്കാൻ പറഞ്ഞു ഇല്ലേ? സാന്ത്വനിപ്പിച്ചില്ല. നമ്മൾ സ്വയം തീരുമാനം എടുക്കണം. പറ്റില്ല എന്ന് അല്ല നമ്മുടെ നിഘണ്ടു, പറ്റണം, പറ്റും. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ഇവര് നേരെ പോയോടാ ജോലി കിട്ടാൻ വല്ല അർച്ചനയുണ്ടോ? സപ്താഹത്തിനൊക്കെ പോകുമ്പോൾ സത്യ ഈ വേദിയിൽ ഒന്നിങ്ങനെ ഇരിക്കുമ്പോൾ നാണക്കേട് തോന്നാറുണ്ട് ഹിന്ദുവിന്റെ അവസ്ഥയെ കുറിച്ച് ഓർത്ത്. ജോലി കിട്ടാൻ വല്ല അർച്ചനയുണ്ടോ?
3.5 കോടി ജനമുള്ളവരെല്ലാവരും കൂടി 50,000 തൊഴിലിൻ്റെ ഇടയിൽ കൂടെ കയറണമെന്ന് വിചാരിച്ച് നടക്കുന്നതാണോ? അതൊക്കെ പ്രയത്നിച്ചോ, അത് കിട്ടട്ടെ. പക്ഷെ അതിനോടൊപ്പം സ്വയമാർജിതമായ ബോധം അല്ലേ വേണോ വേണ്ടയോ? നമ്മുടെ കുട്ടികളെ ഇത് പഠിപ്പിക്കണമെന്നേ. ജീവിക്കാൻ പഠിപ്പിക്കും നിങ്ങൾ, പിന്നെ മതി ഭഗവാനെ കുറിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നേ. ആദ്യം ജീവിക്കട്ടെ, അവർ ശരിയായ പാതയിൽ ജീവിക്കാൻ പഠിപ്പിക്കുക. ഇല്ലാതെ നിങ്ങൾ ഭഗവാനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അന്ധവിശ്വാസത്തിലെ അവസാനിക്കൂ. എല്ലാം ഈശ്വരൻ തരും, നീ ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്ന വാക്ക് അന്ധവിശ്വാസത്തിൻ്റെതാണ്. ശരിയായ ബോധം എന്താ? താൻ പാതി ദൈവം പാതി. അവനവൻ ചെയ്യാനുള്ളത് ചെയ്തിട്ട് ഭഗവാനെ ഞാൻ ചെയ്യുന്ന കർമ്മം വിജയിക്കണേ അന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. അതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. നന്നായി ജീവിക്കാൻ വേണ്ടി പഠിപ്പിക്കുക. ജീവിതത്തിലെ കുട്ടിക്കാലം മുതലേ ഓരോ കാര്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കുക. അല്ലാതെ കൊഞ്ചിച്ച് ലാളിച്ച് വഷളാക്കരുത്. സ്നേഹമൊക്കെ കൊടുക്കണം, വേണ്ടെന്നല്ല. അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ, അവനവൻ്റെ തുണി കഴുകുക, പാത്രം കഴുകുക, ചെറിയ ചെറിയ ജോലികൾ ചെയ്യുക. ജീവിതത്തിനോട് പൊരുത്തം വരണം. കാര്യം എന്നും അച്ഛനും അമ്മയൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവുമോ? ആ അച്ഛനും അമ്മയും ഇല്ലാണ്ടാവുന്ന ഒരു കാലത്ത് എപ്പോ വേണമല്ലോ ഇല്ലാണ്ടാവാം. ആ ഒരു കാലത്ത് പിടിച്ചു നിൽക്കാൻ കഴിവുള്ളവരായി മാറണം. അവനവനിലുള്ള ശക്തിയെ തിരിച്ചറിയുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഇതാണ്. ഇവിടെയാണ് നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് എത്ര രൂപയെ പലതിനും ദൂർത്തടിക്കണം. അതിൻ്റെ ഒരു ശതമാനം നമ്മൾ നേർവഴിക്ക് ചിന്തിച്ചാൽ, ഈ പറയുന്ന ദൂർത്തിന്റെ ഒരു ശതമാനം വെച്ചാൽ ഒരു 10 കുടുംബത്തിന് ഒരു ജോലി കണ്ടെത്താനുള്ള മാർഗം ഒരു ക്ഷേത്രത്തിൽ 1 വർഷം ചെയ്തുകൂടെ? പറ്റില്ലേ? മനസ്സിലായില്ലേ? ദൈവം പറയുന്നില്ല ഇത്രയും വലിയ വെടിക്കെട്ടും ചെണ്ടമേളവും തെയ്യവും ആ കോലോ ഈ കോലോ ഇതെല്ലാം വരുന്ന സ്ഥലത്തുള്ള അവസ്ഥ എന്താ? അതിൽ എത്ര പേര് ഭക്തകളിൽ നിൽക്കും? എത്ര പേര് മദ്യത്തിന്റെ ആസക്തിയിലാണ്? അടിയും വഴക്കും ബഹളവും. അതിനൊക്കെ പകരം എത്രയോ കുടുംബങ്ങൾക്ക് ജീവിതമാർഗം. ഈ ഭഗവാനെ ആശ്രയിക്കുന്ന, ഭഗവതിയെ ആശ്രയിക്കുന്ന ഈ ചുറ്റുവട്ടത്തിലുള്ള എത്രയോ കുടുംബങ്ങൾക്ക് ഒരു ചെറിയ തൊഴിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ തൊഴിൽ പദ്ധതികൾ ആരംഭിച്ചു കൊടുക്കുക. പഠിക്കാൻ ഗതിയില്ലാത്ത കുട്ടികൾ, നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് ആ പഠനത്തിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക. നാളെ അവർ വളർന്നു വരുമ്പോൾ അവർക്ക് ഈ ഭഗവാനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. ആ ക്ഷേത്രത്തിനൊരു മമത ഉണ്ടാവും, ഇല്ലേ? അറിവ് പകർന്നു കൊടുക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശരിയായ ജീവിതത്തിന് വേണ്ട അറിവ് പകർന്നു. നാളെ 10ഉം 12ഉം വയസ്സ് ഒരു അമ്പലത്തിൽ വന്നവൻ 13ാമത്തെ വയസ്സ് തൊട്ട് മയക്കുമരുന്നിന്റെ പുറകിൽ പോകുന്നുണ്ടെങ്കിൽ ആ ക്ഷേത്ര സംവിധാനം തെറ്റാണെന്ന് പറയേണ്ടി വരും. കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നാം. യജ്ഞശാലയിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ? ക്ഷേത്രത്തെ കുറ്റപ്പെടുത്താനാണോ? അല്ല. ക്ഷേത്രത്തെയും ദൈവത്തെ അല്ല കുറ്റപ്പെടുത്തുന്നത്. ക്ഷേത്രത്തെയും ദൈവത്തെയും മനസ്സിലാക്കിയ നമ്മുടെ കാഴ്ചപ്പാടിൽ വന്ന, മനസ്സിലായില്ലേ, ചില ശൈലികളെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞ് നമുക്ക് ഇതിൽ നിന്ന് പോകാം, അല്ലെങ്കിൽ ഇത് കുറച്ച് വിവാദ വിഷയമാണ്. ഒരിക്കൽ ഒരു വലിയ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന് വാർദ്ധക്യമൊക്കെ ആയപ്പോൾ സ്ഥിരമായിട്ട് അദ്ദേഹത്തിന് തന്റെ പരീക്ഷണശാലയിൽ പോകാൻ പറ്റാതായി. അദ്ദേഹം ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ഇപ്പൊ ശിഷ്യനിൽ ഒരാൾ ഒരു ദിവസം ബൈനോക്കുലർ വെച്ചിട്ട് ഇങ്ങനെ ആകാശത്ത് നിരീക്ഷിക്കുകയാണ്. നിരീക്ഷിച്ച സ്ഥിതി ഇയാൾ ഉടനെ നിലവിളിച്ചു, അയ്യോ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചു. വാക്കുകൾ എന്ത് സംഭവിച്ചു? ദേ സൂര്യനകത്ത് വലിയൊരു ഹോള് വീണിരിക്കുന്നു. സൂര്യൻ തകർന്നാൽ ലോകം നിൽക്കില്ല. ഇയാൾ ഉടനെ പത്രസമ്മേളനം വിളിച്ചു കൂട്ടി. ഭരണാധികാരികളെയൊക്കെ അറിയിച്ചു. എല്ലാവരും എന്താ പരിഹാരം എന്ന് ചോദിച്ചു. പത്രക്കാരത്തൊക്കെ പറഞ്ഞു, ദേ സൂര്യനിൽ വലിയൊരു ഹോള് വീണിരിക്കുന്നു, സൂര്യൻ തകരാൻ പോകുന്നു, ലോകം അവസാനിക്കാൻ പോകുന്നു, എല്ലാവരും ഇനി എന്ത് ചെയ്യും എന്നറിയണം. ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ വാർത്ത കേട്ട നമ്മളും പേടിക്കില്ലേ? പേടിക്കൂല്ലയോ? മാസേ വാർത്തകളൊക്കെ കൊണ്ട് പരന്നു, മാധ്യമങ്ങളൊക്കെ നിരന്നു, ലോകം മുഴുവൻ ഈ വാർത്ത കേട്ടു. കാരണം ഇത് പറഞ്ഞിരിക്കുന്ന വലിയ പരീക്ഷണശാല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും വലിയ മികവുള്ള പരീക്ഷണശാലയിലെ ശാസ്ത്രജ്ഞന്റെ ആ പരീക്ഷണശാല. പക്ഷെ അദ്ദേഹം ഇപ്പോൾ അവിടെ വരുന്നില്ല എന്നുള്ള സത്യം. അദ്ദേഹം സുഖമില്ലാതെ കിടക്കുകയാണ്. ഈ വാർത്ത കേട്ടു, ഇദ്ദേഹവും ഈ വാർത്ത കേട്ടു. ഇദ്ദേഹം ചോദിച്ചു, ആര് പറഞ്ഞു? അങ്ങയുടെ ശിഷ്യൻ പറഞ്ഞു. അങ്ങനെ സംഭവിക്കില്ലല്ലോ. അല്ല, അങ്ങനെയാണ്. ഇദ്ദേഹം പറഞ്ഞു, എന്നെ എങ്ങനെങ്കിലും നിങ്ങൾ ആ പരീക്ഷണശാല എന്ന് കൊണ്ടുപോകും, എങ്ങനെങ്കിലും. അങ്ങനെ ഇദ്ദേഹത്തെ വളരെ പ്രയാസപ്പെട്ട് അത്രയും വയ്യാതെ കിടക്കുന്ന ആളെ എവിടെ ചെന്നു? ഈ പരീക്ഷണശാലയിൽ കൊണ്ടുപോയി. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, നോക്കട്ടെ. ഈ ബൈനോക്കുലൂടെ ഇദ്ദേഹം നോക്കിയപ്പോൾ ഒരു കറുത്ത അടയാളം സൂര്യന്റെ മധ്യഭാഗത്ത് കണ്ടു. ഇദ്ദേഹം
ആ ബൈനോക്കുലർ ഒന്ന് പരിശോധിച്ചു. അതിന്റെ മറുഭാഗത്തെ ലെൻസ് ഉണ്ടല്ലോ, ഒരു 3-4 ലെൻസിനകത്ത് മറുഭാഗത്ത് നോക്കിയപ്പോൾ അവിടെ ഒരു വണ്ട് ചത്തിരിക്കുക. മനസ്സിലായോ? ഇദ്ദേഹം ആ വണ്ടിനെ ഇളക്കി കളഞ്ഞിട്ട് ഇദ്ദേഹം ഈ ശിഷ്യനോട് പറഞ്ഞു, നോക്ക്. അപ്പൊ നോക്കിയിട്ട് സൂര്യൻ ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല സൂര്യൻ, എന്ത് ഭംഗിയാ കാണാൻ. മനസ്സിലായോ? ഇതുപോലെ നോക്കേണ്ട സ്ഥലത്ത് എന്തോക്കെ ചില പാടുകൾ വീണിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായോ? ആ പാടുകൾ ഇളക്കി കളഞ്ഞാൽ അവിടെയാണ് ഈശ്വരൻ. ആ പാടുകൾ നീക്കം ചെയ്താൽ ആ ശരിയായ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ ഓരോ ക്ഷേത്രങ്ങളും ഓരോ ഗ്രാമത്തിൻ്റെ ജീവചൈതന്യമായി മാറും. ഓരോ ക്ഷേത്രങ്ങളും ഓരോ ഗ്രാമത്തിലെ പ്രാർത്ഥനാലയം മാത്രമല്ല ആവേണ്ടത്, ഓരോ ഗ്രാമത്തിൻ്റെയും നിത്യനിധാന ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. ഓരോ കുടുംബങ്ങളിൽ അന്നമായും ഐശ്വര്യമായും സ്നേഹമായും സമ്പത്തായും സ്വഭാവമായും ജീവിത ഗുണങ്ങളായും ഓരോ ക്ഷേത്രങ്ങളിൽ ഈ ഭഗവാന്റെ അതേ ചൈതന്യം ഓരോ വീടുകളിൽ പരിലസിക്കണം. അതല്ലേ വേണ്ടത്? അല്ലേ? ആണോ? ആണെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കണം. അതാണ് വേണ്ടത്, നമ്മൾ ഉറപ്പിച്ച് പറയണം. മനസ്സിലായില്ലേ? അതിനു വേണ്ടിയിട്ട് പ്രവർത്തനത്തിലേക്ക് മുന്നിട്ടിറങ്ങണം. അവിടെ സ്ത്രീയെന്നോ പുരുഷനൊന്നുമില്ല. നമ്മുടെ തലമുറ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, അത് വളരെ വലുതാണ്. അതിനെ നഷ്ടപ്പെടുത്തുന്ന ഒന്നിനും നമ്മൾ കൂട്ടു നിൽക്കരുത്. നേരെ മറിച്ച് അതിനെ നേരെയാക്കാനുള്ള കാര്യത്തിന് വേണ്ടി അരയും തലയും മുറുക്കി നമ്മൾ ഇറങ്ങണം. എതിർപ്പുകൾ ഉണ്ടാവാം, കുറ്റപ്പെടുത്തുന്നവരുണ്ടാവാം, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇറങ്ങി തിരിക്കുക തന്നെ വേണം.